എന്റെ മകൾ മറ്റെല്ലാവരുടെയും മുകളിലായിരിക്കണമെന്ന് ഞാൻ കരുതി. ഗാഥാ ശ്രീനിവാസിനൊപ്പം എത്തുന്നവരാരും ഉണ്ടാവരുമെന്ന് ഞാൻ വിചാരിച്ചു. ആഗ്രഹങ്ങൾ നടത്തിക്കൊടുത്തു. കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കാനായിട്ട് ഞാൻ അവളെ പ്രേരിപ്പിച്ചു. ആരോടൊക്കെയുള്ള വാശിയിൽ അവളെ വളർത്തി വലുതാക്കുമ്പോ എനിക്കറിയില്ലായിരുന്നു സിനി അവളുടെ വളർച്ച ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് അവൾ വളർന്നു. ഇതിൽ കൂടുതൽ മമ്മിക്ക് അഭിമാനിക്കാൻ വേണ്ടി അവൾ എന്താ ചെയ്തു തരേണ്ടത്? ശാപമാണ്. അവൾക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ശാപം. എത്ര തവണ കൃഷ്ണ കരഞ്ഞ് കാല് പിടിച്ചു. പക്ഷെ ഗാഥമോളോടുള്ള അമിത വാത്സല്യം കാരണം ഞാൻ സമ്മതിച്ചില്ല. അവളെയും അവളെ സ്നേഹിക്കുന്നവരുടെയും ജീവന് തന്നെ ഞാൻ വില പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. മരിക്കുമെന്നറിഞ്ഞിട്ടും ആ നാഗത്തറയിലേക്കും ആ നാഗക്കളത്തിലേക്കും ഞാൻ അവളെ പറഞ്ഞു വിട്ടു. അവൾ എന്നോട് പൊറുക്കുമായിരിക്കും, പക്ഷെ ദൈവം പൊറുക്കില്ല സിനി. അതിന്റെ ലക്ഷണങ്ങളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. സിതാര ശ്രീനിവാസനെല്ലാം ഉണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷെ സ്വന്തം മകൾക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അടുത്തിരുന്നൊന്ന് പരിചരിക്കാനുള്ള അവകാശമില്ല, യോഗമില്ല. മാം, ഇപ്പോഴത്തെ അവസ്ഥയില് കൃഷ്ണ പറഞ്ഞതുപോലെ മനസ്സിലെ സങ്കടങ്ങൾ ഒതുക്കി കഴിയാനേ പറ്റൂ. കൃഷ്ണ ഒരു വഴി കണ്ടുപിടിക്കും മാം. ഗോപാലൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാലും കൃഷ്ണയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല. അവളെ സഹായിക്കും. സഹായിക്കുമായിരിക്കും. പക്ഷെ സിനി, ഗാഥമോളിപ്പോ ശ്രീനിവാസിന്റെ മുൻപിലാ. ഒരു തിരിച്ചറിവിന് അധിക സമയമൊന്നും വേണ്ട. ശ്രീനിവാസിനെ കുറിച്ച് അവളെന്റെ അടുത്ത് പറഞ്ഞിരുന്നത്, എന്നെങ്കിലും എന്റെ പപ്പ എന്ന് പറയുന്ന ഒരാൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന അയാളെ കൊല്ലുമെന്ന. അവൾ അതിനും മടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ശ്രീനിവാസ് വെറുതെ ഇരിക്കുന്ന